ഒരു പ്രതിസന്ധിയുടെ മുൾമുനയിലൂടെ ഇസ്രായേൽ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, ന്യായാധിപന്മാരിൽ ഒരുത്തനായ ഗിദെയോന്റെ മേൽ ദൈവത്തിൻ്റെ പ്രീതി തോന്നിയ ദൈവിക സന്ദർഭമായി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. മിദ്യാന്യർ വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ നന്മകൾ നശിപ്പിക്കുന്നൊരു സമയം. അവരെടുക്കുകയല്ല, കവർന്നുകൊണ്ട് പോവല്ല, നശിപ്പിക്കുക. എന്താ അതിന് കാരണം? 6-ാം അധ്യായം ന്യായാധിപന്മാർ കാണുന്നു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. വേറൊരു ഭാഗത്ത് പറയുന്നു, ഓരോരുത്തർ താൻ ബോധിച്ചതുപോലെ നടന്നു. അനിഷ്ടമായിട്ടുള്ളത് ചെയ്താൽ ദൈവം ചിലത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും, അനുസരണം പഠിപ്പിക്കാൻ. നമ്മെ ബോധിച്ചതുപോലെ നടന്നാൽ വിറ്റ് കളയും. ഉണ്ടോ? വിറ്റ് കളഞ്ഞു, ഏൽപ്പിച്ചു കൊടുത്തു. ഈ രണ്ട് സന്ദർഭങ്ങൾ, ശത്രു നോക്കിയിരിക്കുക, നിന്നെ ഒന്ന് തകർത്ത് തരിപ്പണമാക്കാം. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേലുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രീതി നിൻ്റെ മേലുള്ളതുകൊണ്ട്, കുഞ്ഞെ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കിണഞ്ഞവൻ പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിന്നെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ. പക്ഷെ പറ്റുന്നില്ല, പറ്റത്തുമില്ല. ആമേ. ഈ സമയത്താ ഗിദെയോൻ അല്പ ഗോതമ്പ് ശത്രുക്കളുടെ കൈപ്പെടാതിരിക്കാൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്നത്. ഇതാര് കണ്ട്? അവൻ്റെ ആ പ്രയത്നം ആര് കണ്ട്? ദൈവം കണ്ടു. ചുമ്മാതിരുന്ന് ഉറങ്ങുന്നവരൊന്നും ദൈവത്തിന് വിഷയമല്ല കേട്ടോ. പക്ഷെ ശത്രുവിൻ്റെ കരങ്ങളിൽ ചിലരെത്തപ്പെടരുതെന്നുള്ള ആഗ്രഹത്തോടെ നീ ചെയ്യുന്ന ചില പ്രയത്നമുണ്ടല്ലോ, സ്വർഗം അത് നിനക്ക് നീതിയായിട്ട് കണക്കിടും. സ്വർഗം അത് നിനക്ക് നന്മയായിട്ട് കണക്കിടും കേട്ടോ. ദൈവത്തിൻ്റെ പ്രീതി ഗിദെയോന്റെ മേൽ വരുന്ന ആദ്യത്തെ സന്ദർഭം അവിടെ കാണുന്നത് പരാക്രമശാലിയേ എന്നുള്ളൊരു ശബ്ദമാണ്. യഹോവ നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ഗിദെയോന്റെ മേൽ ദൈവപ്രീതി കൂടുന്ന സന്ദർഭങ്ങളാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. യെസ്, ഈ പ്രഭാതത്തിലും ഈ ശബ്ദം ഈ മീഡിയയിലൂടെ നിങ്ങളുടെ വീടുകളിൽ മുഴങ്ങുകയാ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുകയാ, നിങ്ങളിൽ മുഴങ്ങുകയാ. ഞാൻ നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ഗിദെയോനോട് എന്തോ പറയുന്നേ? പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അടുത്ത കാണാൻ കഴിയുന്നത് ദൈവം കൂടെ നിന്ന് വലിയൊരു സൈന്യത്തെ, കടൽക്കരയിലെ മണൽ പോലെ വരുന്നൊരു വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കിയേ, ദൈവപ്രീതി ലഭിച്ച ഗിദെയോൻ ചെയ്ത 2-3 കാര്യങ്ങൾ. 1:6-24 ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അത് ഇന്ന് വരെയും അബിയേസ്രേക്കുള്ള ഒഫ്രയിലുണ്ട്. യാഗപീഠം എന്തിനെ കാണിക്കുന്നു? ആരാധനയെ കാണിക്കുന്നു. യഹോവ ശാലോം എന്താ ഇതിനർത്ഥം? ദൈവം നമ്മുടെ സമാധാനം, ദൈവം സമാധാനം. യെസ്, ഈ പേരങ്ങോട്ടിട്ട്, പേരെന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ് കേട്ടോ. ഹാലിൽ ദൈവം പേര് മാറ്റിയ പല ബൈബിൾ കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഗിദെയോൻ ആ യാഗപീഠത്തിന് പേരിടുക യഹോവ ശാലോം, യഹോവ ശാലോം. യെസ്, സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിൽ കഴിയുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു കേട്ടോ. ചില കുടുംബങ്ങളെ നോക്കി വ്യക്തമായി പറയുന്നു, നീ ഒരു യാഗപീഠം പണിതേ, നിന്റെ ഭവനത്തിനകത്തൊന്ന് ആരാധന എന്ന് വെളിപ്പെടട്ടെ. യെസ്, തകർത്ത് തരിപ്പണമാക്കി മാംസങ്ങളെ കുത്തിപ്പറിച്ച് പിച്ച് ചിന്തിക്കുന്ന ചില ദുരാത്മ സ്വാധീനങ്ങളെ നേരെ യഹോവ ശാലോം, കലുഷിതമായ അന്തരീക്ഷത്തിനകത്ത് കലഹവും കലക്കവും കൊണ്ടുവന്ന് ഭവനത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന സകല മിഥ്യാന്യ വ്യാപാരങ്ങളെ നേരെ ശാലോം. ഇനി നിനക്ക് ഞങ്ങളുടെ നന്മകളെ കവരാൻ പറ്റത്തില്ല, നാശം വിതയ്ക്കാൻ പറ്റത്തില്ല. യാഗപീഠം പണിത് കഴിഞ്ഞു. ആരാധന പുനഃസ്ഥാപിച്ചു. ആരാധന നിങ്ങൾ നോക്കിയേ, അബ്രഹാം ചെന്നിടത്തൊക്കെ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് യാഗപീഠം പണിതു. ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തിന് ആരാധന അയച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം കേട്ടോ. ഗിദെയോനറിയാം, ഗിദെയോൻ അത് നല്ലവണ്ണം അറിയാം, ഗിദെയോൻ അത് നല്ലവണ്ണം അറിയാം. നാളെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം ചിന്തിക്കും. പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വളരെ പവർഫുള്ളായിട്ടുള്ള സന്ദേശത്തിനായിട്ട് സ്തോത്രം. അങ്ങ് നൽകുന്ന ശാലോം, അങ്ങ് നൽകുന്ന സമാധാനം, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത്
നിറവായിട്ട് വന്നങ്ങ് ഇറങ്ങട്ടെ, നിറവായിട്ട് വന്നങ്ങ് ഇറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.